പ്രീവിയസ് ഇഡിയംസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ്, അറ്റ് യുവർ ബെക്ക് ആൻഡ് കോൾ. അറ്റ് ബെക്ക് ആൻഡ് കോൾ മീൻസ് അണ്ടർ സം വൺ അബ്സല്യൂട്ട് കൺട്രോൾ. അത് ബെക്ക് ആൻഡ് കോൾ എപ്പോഴും കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ അവർക്ക് നമ്മുടെ മേലൊരു പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഉള്ളത്. അറ്റ് യുവർ ബെക്ക് ആൻഡ് കോൾ മീൻസ് പൂർണ്ണമായി നിയന്ത്രണമുള്ളത്. അടുത്തത്, എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് വെച്ചാൽ മിന്നലുണ്ടാകുന്നതാണ്. അതായത് മിന്നലുണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടല്ലേ. അപ്പോൾ എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് വെച്ചാൽ സഡൻ ആൻഡ് ടോട്ടൽ അൺഎക്സ്പെക്റ്റഡ്. അടുത്തത്, എ പൈപ്പ് ഡ്രീം. അതെന്ന് പറയുന്ന അതൊരു അനാവശ്യമായിട്ടുള്ള പൈപ്പ് ഉണ്ടാക്കുക അതെന്ന് പറയുന്ന ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സ്വപ്നമാണ്, ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ. അടുത്തത്, എ മാൻ ഓഫ് വെയ്റ്റ്. മാൻ ഓഫ് വെയ്റ്റ് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് മാൻ ഓഫ് വെയ്റ്റ് എന്ന് പറയുന്നത്. എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ് എന്നാണ്. അടുത്തത്, അറ്റ് ആംസ് ലെങ്ത്. ടു കീപ്പ് അവേ അറ്റ് എ ഡിസ്റ്റൻസ്. അത് ആംസ് ലെങ്ത് എന്ന് വെച്ചാൽ ഒരു കൈ അകലം പാലിക്കുക എന്നതാണ്. എ വൈൽഡ് ഗൂസ് ചേസ് മീൻസ് എ ഫൂളിഷ് ഓർ ഹോപ്പ്ലെസ് സെർച്ച് എന്ന് വെച്ചാൽ നിഷ്ഫലമായ തിരച്ചിലാണ്. അതായത് ഫലമില്ലാത്ത തിരച്ചിലാണ് വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറയുന്നത്. ആപ്പിൾ ഓർ ഡിസ്കോർഡ് മീൻസ് കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. അതായത് ആപ്പിൾ കട്ട് ചെയ്യാൻ ബന്ധപ്പെട്ടൊരു ഡിസ്പ്യൂട്ട്. അറ്റ് ദ ഡ്രോപ്പ് ഓഫ് ദ ഹാറ്റ് മീൻസ് വില്ലിങ്സ് ടു ഡു സംതിങ് വിതൗട്ട് ഹെസിറ്റേഷൻ. അതായത് താല്പര്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് ഹാറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, 6 and 7 എന്ന് വെച്ചാൽ എന്താണ്, 6 ആണോ 7 ആണോ എന്നറിയാനുള്ള കൺഫ്യൂഷൻ. അത് സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷനാണ് 6 and 7. അടുത്ത, ഹോട്ട് പൊട്ടറ്റോ എന്ന് വെച്ചാൽ എ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്. അതായത് വിവാദ വിഷയം. അതായത് ചൂട് പൊട്ടറ്റോ കൊടുത്തപ്പോൾ ഒരു വിവാദ വിഷയം ഉണ്ടായി. ആപ്പിൾ പൈ ഓർഡർ എന്ന് വെച്ചാൽ ആപ്പിൾ അടുക്കി വെച്ചിരിക്കുന്ന ഓർഡർ അതെന്താണ്, പെർഫെക്റ്റ് ആണ്. ആപ്പിൾ പൈ ഓർഡർ എന്ന് വെച്ചാൽ പെർഫെക്റ്റ്. ക്യൂർ ഫിഷ് എന്ന് വെച്ചാൽ എന്താ, പേഴ്സൺ ഓഫ് സ്ട്രേഞ്ച് ബിഹേവിയർ. ക്യൂർ ഫിഷ്, ആ ഫിഷ് എന്താണ്, ഒരു വല്ലാത്തൊരു സ്ട്രേഞ്ച് ബിഹേവിയറാണ്. അഗ്ലി ഹീൽ മീൻസ് ഡെഡ്ലി വീക്ക്നെസ്. ഏറ്റവും ദുർബലമായ ഭാഗമാണ് അഗ്ലി ഹീൽ എന്ന് പറയുന്നത്. ഈ സ്റ്റോൺസ് ത്രോ മീൻസ് എന്താണ്, ഷോർട്ട് ഡിസ്റ്റൻസ്. അത് നമ്മൾ കല്ലെറിയുന്ന ഷോർട്ട് ഡിസ്റ്റൻസിലല്ലേ. സ്റ്റോൺസ് ത്രോ മീൻസ് ഷോർട്ട് ഡിസ്റ്റൻസ്. അത് സി എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. സിയിൽ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരില്ലേ. അറ്റ് സി സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ. സ്നേക്ക് ഇൻ ദ ഗ്രാസ് മീൻസ് എന്താണ്, കപട സ്നേഹി. അതായത് ഡിസ്ഫുൾ പേഴ്സൺ ഹൂ പ്രിറ്റൻഡ് ടു ബി എ ഫ്രണ്ട്. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് വെച്ചാൽ എന്താണ്, കപട സ്നേഹിയാണ്. അത് 11th അവർ എന്ന് വെച്ചാൽ ലാസ്റ്റ് പോസിബിൾ മൂമെൻറ്റ്. അവസാനം ഉള്ള സമയത്തെയാണ് 11th അവർ എന്ന് പറയുന്നത്. കോക്ക് ആൻഡ് ബോൾ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്, ഇമാജിനറി സ്റ്റോറി യൂസ്ഡ് ആസ് എൻ എക്സ്ക്യൂസ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നോക്കുന്നത് അറ്റ് യുവർ ബെക്ക് ആൻഡ് കോൾ എന്ന് വെച്ചാൽ എന്താണ്, എപ്പോഴും കോൾ ചെയ്യുന്നത് നമ്മളടുത്ത് പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള ആൾ. ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് വെച്ചാൽ എന്താണ്, പെട്ടെന്നുണ്ടാവുന്നത്. എ പൈപ്പ് ഡ്രീം എന്ന് വെച്ചാൽ എന്താണ്, ഇംപ്രാക്ടിക്കബിൾ പ്ലാനാണ്. എ മാൻ ഓഫ് വെയ്റ്റ് എന്ന് വെച്ചാൽ എ മാൻ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്. അറ്റ് ആംസ് ലെങ്ത് എന്ന് വെച്ചാൽ ഒരു കൈ അകലം. കീപ്പ് അപ്പ് ഡിസ്റ്റൻസ്. എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് വെച്ചാൽ എന്താണ്, ചേസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഗൂസ് ചേസ് ആണ്. നിഷ്ഫലമായ തിരിച്ചിൽ എന്താണ്, ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, ആപ്പിൾ കട്ട് ചെയ്യാൻ ബന്ധപ്പെട്ട പ്രശ്നം. അറ്റ് ദ ഡ്രോപ്പ് ഓഫ് ഹാറ്റ് എന്ന് വെച്ചാൽ താല്പര്യത്തോടു കൂടിയുള്ള പ്രവർത്തനം. 6 and 7 കൺഫ്യൂഷൻ. എ ഹോട്ട് പൊട്ടാറ്റോ എന്ന് വെച്ചാൽ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ്, വിവാദ വിഷയം, ഹോട്ട് പൊട്ടാറ്റോ കൊടുത്ത്. ആപ്പിൾ പൈ ഓർഡർ എന്ന് വെച്ചാൽ പെർഫെക്റ്റ്. ക്യൂർ ഫിഷ് എന്ന് വെച്ചാൽ പേഴ്സൺ സ്ട്രേഞ്ച് ബിഹേവിയർ. അഗ്ലീസ് ഹീൽ എന്ന് വെച്ചാൽ എന്താണ്, ഏറ്റവും ദുർബലമായിട്ടുള്ള. സ്റ്റോൺസ് ത്രോ മീൻസ് ഷോർട്ട് ഡിസ്റ്റൻസ്. അറ്റ് സി എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ. സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് വെച്ചാൽ കപട സ്നേഹി. അറ്റ് ഡാഗേഴ്സ് ഡ്രോൺ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഓഫ് ഓപ്പൺ ഹോസ്റ്റിലിറ്റി. അറ്റ് ദ 11th അവർ എന്ന് വെച്ചാൽ അവസാനമുള്ള സമയത്ത്. എ കോക്ക് ആൻഡ് ബോൾ സ്റ്റോറി ഇമാജിനറി സ്റ്റോറി.